നേരത്തെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങളൊക്കെ കണ്ടു ഇതാ വധശിക്ഷയൊക്കെ വിധിച്ച് താൽക്കാലിക ഭരണകൂടം യൂനിസ് ഭരണകൂടം അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. വലിയ സമ്മർദ്ദമൊക്കെ ഞങ്ങൾ ഇപ്പം അങ്ങ് ശരിയാക്കി കളയാം, ഭാരതത്തിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഭാരതം പ്രതികരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് താല്പര്യമുള്ള നാൾ വരെ ഒരു കുഴപ്പവുമില്ലാതെ ഭാരതത്തിൽ തുടരാം എന്ന വളരെ പ്രധാനപ്പെട്ട പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ആ പ്രതികരണം Well, that's a different issue, isn't it? She came here in a certain circumstance, and I think that circumstance clearly sort of is a factor in what happens to her. But again, that is something in which she has to make up. യെസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്. അഭയം തേടി വന്നത് ഭാരതത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കൈവിടുന്ന പാരമ്പര്യം പണ്ടും നമുക്കില്ല, ഇനി അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടാകില്ല താൻ. ഐസൻ ജോസ്റ്റേരിയാണ് വിശദാംശങ്ങൾ. കൃത്യമായ സന്ദേശമാണ് ഐസൻ നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശിന് മാത്രമല്ല, ബംഗ്ലാദേശിനെ വെച്ച് ഭാരതത്തോട് വിലപേശാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർക്കുള്ള മെസ്സേജ് കൂടിയല്ലേ ഇത്? തീർച്ചയായും ശ്യാം, ബംഗ്ലാദേശിന് മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ കൂടെ കൂടി ഭാരതത്തിനെതിരായ നീക്കങ്ങൾ ശക്തമാക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ ഭാരതത്തിനെതിരായ നീക്കങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെ കൃത്യമായി നമുക്കത് പറയാനും സാധിക്കുന്നുണ്ട്. പാകിസ്ഥാൻ കൃത്യമായ ഒരു ഇടപെടൽ ബംഗ്ലാദേശിനോടൊപ്പം ചേർന്ന് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. തസ്ലിമ നസ്രീനൊക്കെ പറഞ്ഞത് രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ നിന്നും തിരിഞ്ഞ് സഞ്ചരിക്കുന്നു എന്ന ഏറ്റവും സർഗാത്മകമായൊരു വിശേഷണമാണ് ആ നീക്കത്തിനെ അവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ അവർ വിമർശിക്കുകയും ചെയ്തത്. തീർച്ചയായും അത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ ആഭ്യന്തര കലാപങ്ങളെയൊക്കെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഭാരതത്തിലെത്തുകയും അവരെ സുരക്ഷിതമായി ഭാരതം ഒരു രാഷ്ട്രീയ അഭയം നൽകി പാർപ്പിക്കുകയും ചെയ്തത്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ശിക്ഷ വിധിച്ചത്. അതായത് അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയായിരുന്നു. ഈ ഓഗസ്റ്റിൽ നടന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വത്തിനെതിരെ അല്ലെങ്കിൽ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യം ചെയ്തവരെ വധിക്കണം എന്ന രീതിയിലൊരു ശിക്ഷ അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി അത്തരം ഒരു വിധി ഇവർക്കെതിരെ വരികയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ വിട്ടുകിട്ടണം എന്ന ഒരു ആവശ്യം കൃത്യമായി ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതിനൊരു മറുപടി അന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അക്കാര്യം നിരീക്ഷിക്കുകയാണ് എന്നാണെങ്കിൽ, ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രി തന്നെ അക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് അറിയിച്ചിരിക്കുന്നു. ആ നിലപാട് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന ഇവിടെ തിരിച്ചെത്തിയത്. ഈ തിരിച്ചെത്തിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളൊക്കെയാണ്. അത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തും അതുപോലെ തന്നെ തുടരുന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുകയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യണമെന്ന ഒരു നിലപാട് കൃത്യമായി ഭാരതം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. മുഹമ്മദ് യൂനുസ് സർക്കാരെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് പദ്ധതിയിടുന്നത് എങ്കിൽ കൂടി അത്തരമൊരു സംഭവം അവിടെ നടന്നാൽ മാത്രമേ പ്രായോഗികമായി ആ രാജ്യം സുരക്ഷിതമെന്ന് കരുതാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യം ഒരു പ്രത്യേക സാഹചര്യമായി നിലനിർത്തുന്നു എന്ന് തന്നെ കൃത്യമായി എസ് ജയശങ്കർ പറയുകയും ചെയ്തു. മാത്രമല്ല, അതൊരു വ്യത്യസ്തമായ കേസാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ നാട് കടത്തുക എന്നതിനപ്പുറം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൽ രാഷ്ട്രീയ അഭയം തേടി വന്ന രാഷ്ട്രത്തലവൻ, രാഷ്ട്രത്തിൻ്റെ ഉന്നത ഭരണാധികാരി തന്നെ സുരക്ഷിതമായി ഭാരതത്തിൽ താമസിക്കുന്നു. അവരെ വിട്ടുകൊടുക്കേണ്ടതില്ല. അവർ എപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമൊരുക്കുമെന്ന വളരെ കൃത്യമായ നിലപാട്, ആ കാര്യത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒരു രാജ്യത്തിൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നയതന്ത്രപരമായ ഒരു ബന്ധത്തിൽ വലിയ വിള്ളലുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രസ്താവനയോ വളരെ പക്വമായ പ്രസ്താവനയോ നൽകാതെ വളരെ പക്വമായൊരു മറുപടിയാണ് എസ് ജയശങ്കർ ഇക്കാര്യത്തിൽ നൽകിയത്. അതിൽ നിന്നും കൃത്യമായി വിദേശകാര്യ നിരീക്ഷകരെല്ലാം വായിച്ചെടുക്കുന്നത് ഷെയ്ഖ് ഹസീന എത്ര കാലം ഭാരതത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം അവർക്ക് തുടരാം, അവർക്ക് പോകണമെന്ന് തോന്നുമ്പോൾ പോകാം. രാഷ്ട്രീയ അഭയം നൽകിയത് അവരുടെ സുരക്ഷയെ കരുതിയാണ്. ആ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ ആ പാരമ്പര്യം ഭാരതത്തിനില്ല. ഇനി അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുകയുമില്ല എന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ് എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. ഏറ്റവും നിർണായകവുമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഈ നിലപാട്. ശ്യാം. യെസ്.